കൽപ്പാത്തിയിൽ ദേവരഥ സംഗമത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും അല്ലേ. വൈകിട്ട് തേരുമുട്ടിയിലാണ് 5 തേരുകൾ സംഗമിക്കുന്നത്. വിശാലാക്ഷ സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെയും ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിലെയും ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും രഥങ്ങളാണ് വീതിയിൽ ഒരുമിച്ചെത്താൻ പോകുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആളുകളൊക്കെ ഇപ്പോഴേ കാത്തിരിക്കുകയാണ്. ആ നിമിഷത്തിലേക്ക്, ആ മൊമെന്റിലേക്ക് കാത്തിരിപ്പാണ് നമ്മൾ ഈ കാണുന്നത്. നിറയെ ആൾക്കൂട്ടമായിട്ടുണ്ട്. ഗോകുൽ വിയസും സ്നേഹയും വിവരങ്ങളുമായിട്ടുണ്ട്. ഗോകുൽ, ഇത്രയും ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു വർഷമായി കാത്തിരുന്നത് ഇന്ന് ഈ ദിവസത്തിന് വേണ്ടിയാണ്. ഇന്നിപ്പോൾ ആ നിമിഷത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. എവിടെ വരെ എത്തിയിട്ടുണ്ട്? അക്ഷയ, വലിയ തിരക്ക്. ഇന്ന് ഈ വൈകിട്ട് 6 മണി 7 മണിയാവും ഇവിടെ രഥസംഗമം നടക്കാൻ. പക്ഷെ ഇപ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടം നമുക്കിവിടെ കാണാം. മറ്റു പൂജകളും തേര് ഇവിടെ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന്റെ സമീപമുണ്ട്. ഇനി മറ്റു തേരുകളൊക്കെ തന്നെ പ്രയാണം ആരംഭിച്ച് ഇവിടേക്ക് എത്തും. ഏകദേശം ഒരു 7 മണിയോടുകൂടി ഇവിടെ ഈ ഒരു ആംബിയൻസും ഈ ഒരു മൂഡൊന്നല്ല, ഫുള്ള് തേരായിട്ടൊരു തേര് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യ വിസ്മയമാകും. ഇപ്പോ നമ്മള് രാവിലെ മുതൽ കാണുകയാണ്. നല്ല തിരക്ക്, നല്ല ആളുകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രാവിലെ മുതൽ നിൽക്കാതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6 മണി സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും ഈ അഗ്രഹാര വീതികളൊക്കെ നിറഞ്ഞ് ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ നമ്മൾ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതിയോ അല്ലേ? എല്ലാ രീതികളും കണ്ടോ അവിടെ പോയി കണ്ടു? അപ്പൊ വൈകുന്നേരം ഇവിടെ ഉണ്ടാവും അല്ലെ? ഇവ കണ്ടിട്ട പൂളില് കണ്ടോ? ഇതുപോലെ കുട്ടികളും വലിയൊരു ഒക്കെ വന്ന് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ്, രഥസംഗമം കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഇത്തവണ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ആളുകളായി തന്നെ ഈ ഒരു ദൃശ്യം രാത്രിയാകുമ്പോ തേരുകളൊക്കെ അത്ര മനോഹരമാണ്. അപ്പൊ ഇന്നലെ സ്നേഹ കണ്ടു. അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഹെലിക്കാം ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ചില ആ അഗ്രഹാരത്തിന്റെ വീഥികളൊക്കെ നിറഞ്ഞിട്ടുണ്ട്, ആളുകളാൽ നിറഞ്ഞിട്ടുണ്ട്. കുറെ ഭാഗം ഇനിയും നിറയാനുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ നേരത്തെ സ്നേഹ സൂചിപ്പിച്ച പോലെ തന്നെ മണ്ണ് ഇട്ടാൽ അത് താഴേക്ക് വീഴാൻ പറ്റാത്ത വണ്ണം ആൾക്കൂട്ടം അവിടെ നിറയും. ഈ കൽപ്പാത്തിയിലുള്ള ആളുകൾ തന്നെയാണെങ്കിൽ അവർ പല ദേശങ്ങളിലായി താമസിക്കുന്നവരൊക്കെയാണ്. അവരൊക്കെ തിരികെ വരുന്നത് ഈ ഉത്സവത്തിനായിട്ടാണ്, ഈ മഹോത്സവത്തിനായിട്ടാണ്. രഥങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ വായിച്ചൊക്കെ മാത്രം അനുഭവമുള്ള, അല്ലെങ്കിൽ അമർചിത്ര കഥയിലോ സിനിമയിലോ ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ആ രഥങ്ങളാണ് നേരിട്ട് നമ്മൾ കൽപ്പാത്തിയിൽ കാണുക. ആ രഥങ്ങളാണ് അവിടെ ഒന്നിക്കുന്നത്. ആ രഥങ്ങൾ സംഗമിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ രഥങ്ങൾ ഇവരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ രഥത്തിലേറിക്കൊണ്ട് ദേവൻ അത് അവരുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളായി 4 ക്ഷേത്രങ്ങളാണ് പ്രധാനമായുള്ളത്. അത് ഏറ്റവും പ്രധാനം നേരത്തെ ഗോകുല സൂചിപ്പിച്ച വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് സമീപത്തേക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെയുള്ള രഥങ്ങൾ ഇങ്ങനെ വരികയാണ്. ആ രഥങ്ങളിങ്ങനെ തേരുകളിങ്ങനെ ഉരുണ്ട് നീങ്ങുകയാണ്, പ്രയാണം നടത്തുകയാണ്. പിന്നീട് ആ തേരുകളൊക്കെ ഒരുമിച്ച് ഒരു ലൈനിൽ അവ സംഗമിക്കും. മുഖത്തോട് മുഖം വന്നു നിൽക്കുന്ന നിമിഷമുണ്ട്. അത് കാണുക തന്നെ അത്രയും കാഴ്ച തന്നെ അതിമനോഹരമാണ്. ഒരു കാഴ്ചാ വിസ്മയം എന്നൊക്കെ നമുക്കതിനെ പറയാം. ആ നിമിഷത്തിലേക്കാണ് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ആ നിമിഷം അത് കണ്ട് സായുജ്യത്തോടെ അവിടെ നിന്നുള്ള ആളുകൾ മടങ്ങും. നിരവധി ആളുകളാണ് പല ഇടങ്ങളിൽ നിന്നായിട്ട് കൽപ്പാത്തിയിലെ ഈ രഥോത്സവം കാണാനായി എത്തുന്നത്. 5ാം തേരിന് നടക്കുകയാണ്. 6 മണിയോടുകൂടിയാണ് ദേവരഥ സംഗമം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് സമയം മാത്രം, ഏകദേശം 1 മണിക്കൂറിന്റെ കാലതാമസം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളൊക്കെ വന്ന് സ്ഥലം ഉറപ്പിക്കുന്നത്. അവിടെ പലയിടങ്ങളിലായി നിന്ന് അവര് അത് ഏറ്റവും മനോഹരമായി കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് വന്ന് നിന്ന് അവിടെ സ്ഥലം ഉറപ്പിക്കുകയാണ്. കാരണം പിന്നീട് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകും. രഥങ്ങൾ പ്രയാണം നടത്തുന്ന അഗ്രഹാര വീഥി, കൽപ്പാത്തിയുടെ വീഥികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോകുലും സ്നേഹമുണ്ട്. സ്നേഹ, ഗോകുൽ കേൾക്കാമോ? വലിയ തിരക്കുണ്ട്. ആ തിരക്ക് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. അത്രമാത്രം തിരക്കാണ് അവിടെ ഉള്ളത്.
നല്ല തിരക്കുണ്ട്. കാരണം സാധാരണ ഉള്ളതിനേക്കാളൊക്കെ ഉപരി തിരക്കുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവധി ദിവസമായതിനാൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ പാലക്കാടിന് പുറത്തൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി എത്തുന്നവരുണ്ട്. ഞാൻ നേരത്തെ സംസാരിച്ച പലരൊക്കെ ഇതിനൊരു മലപ്പുറത്തുനിന്നൊക്കെ വന്നത്. നിങ്ങൾ എവിടെ നിന്നാ? ഞങ്ങള് ചിറ്റൂരിൽ. എങ്ങനെയുണ്ട്? എല്ലാ തവണ വരാറുണ്ടോ? എല്ലാ തവണ വരാറുണ്ടോ? ഞങ്ങള് 10 വർഷമായിട്ട് ഞങ്ങളോട് വരുന്നതാണ്. എല്ലാവരും കമ്പനിക്കാരാണ്. എവിടെയൊക്കെ വീട്? എല്ലാവരും ചിറ്റൂരാണോ? എങ്ങനെയുണ്ട് പേരൊക്കെ കണ്ടിട്ട്? നല്ല തിരക്ക് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതിനേക്കാളും 4 ഇരട്ടി തിരക്കിനോട് കുറച്ച് സമയമാവുന്നുള്ളൂ. ഇപ്പൊ സമയമാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ സമയത്ത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് തിരക്ക് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതിനേക്കാളും വെയിലും ഉണ്ടായിരിക്കും. ആളുകൾ പറയുന്നത് കഴിഞ്ഞ തവണ ഇതിലും തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു പാലക്കാട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കൽപ്പാത്തി രഥോത്സവത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോവിഡ് വന്നതിന് ശേഷമാണ് അവിടെ ആൾക്കൂട്ടം ഒന്ന് കുറഞ്ഞത്. കോവിഡിന്റെ സമയത്ത് മാത്രമാണ് രഥോത്സവം നടക്കാതെയെങ്കിലും അത് നടന്നു, ചടങ്ങായി മാത്രം നടന്നത്. കൽപ്പാത്തിയിലുള്ള ആളുകൾ മാത്രമായി നടന്നുകൊണ്ടിരുന്ന ഒരു രഥോത്സവം ഉണ്ടായിരുന്നത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന കഴിഞ്ഞ വർഷമാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ തവണ അവിടെ നിന്ന് നേരിട്ട് കണ്ട് അനുഭവിക്കാനൊക്കെ സാധിച്ചിരുന്നു. ഞാനും കോവിഡിന്റെ കാലഘട്ടത്തിലാണ് അതിന് മുൻപ് അവിടെ പോയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ ഈ ദേവരഥ സംഗമം, എന്താണ് ഈ ദേവരഥ സംഗമം എന്ന് കണ്ടത് കഴിഞ്ഞ തവണയാണ്. അത്രമാത്രം ആൾക്കൂട്ടമാണ്. ആളുകൾ പലയിടങ്ങളിൽ നിന്നും വന്ന് ഈ രഥങ്ങൾ ഒന്നിക്കുന്ന ഈ മുഹൂർത്തം, ആ രഥങ്ങളിലൊക്കെ ദൈവങ്ങളാണ്. ആ ദൈവങ്ങൾ അവരുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് കൽപ്പാത്തിക്കാരുടെ വിശ്വാസം. അഗ്രഹാര വീഥി അത് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുകയാണ്. അവിടേക്ക് എല്ലാ വിധത്തിലുള്ള ആളുകളും അങ്ങോട്ടേക്ക് എത്തുകയാണ് ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ്. 5ാം തേര് ദിനമാണിന്ന്. തേര് പ്രയാണം കാണാനായിട്ട് എത്തിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരേ ഒരു ഉത്സവമാണിത്. ഇത് പാലക്കാടിന്റെ അടയാളപ്പെടുത്തലുകളിൽ ഒന്നായി കൂടി കൽപ്പാത്തി രഥോത്സവം മാറുന്നുണ്ടെന്നുള്ളതാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു അവിടെ. അതാ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു രഥം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിലായി നിൽക്കുന്ന 5 രഥങ്ങളുണ്ട്. ആ രഥങ്ങളെല്ലാം സംഗമിക്കുന്ന കാഴ്ചയാണ് രഥോത്സവം എന്ന് പറയുന്നത്. ഗോകുൽ തുടരൂ. ഗോകുലിന് പറയാനാകുന്നുണ്ടോ? ഗോകുൽ ആൾക്കൂട്ടത്തിനിടയിലാണുള്ളത്, പറയൂ. തീർച്ചയായും വലിയ തിരക്ക് ഉണ്ട്. അതായത് ആളുകൾ കൂടുമ്പോഴുള്ള സ്വാഭാവികമായിട്ട് ഈ സാങ്കേതിക തകരാറുകൾ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഈ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് തിരികെ ആ ക്ഷേത്രത്തിന്റെ മന്തക്കരയിലേക്ക് തന്നെ പോകും. അതിനുശേഷമായിരിക്കും വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് അവിടെയുള്ള 3 തേരുകളും അതോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണപുരം പെരുമാൾ സ്വാമി ക്ഷേത്രത്തിലെ ആ തേരും അതിനോടൊപ്പം തന്നെ മറ്റൊരു ഗണപതി ക്ഷേത്രത്തിലെ തേരും അങ്ങനെ എത്തും. അങ്ങനെ ഈ തേരുകളൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന വലിയ കാഴ്ചയ്ക്ക് ഏറ്റവും ഭംഗിയുള്ള രഥസംഗമമാവുക. കുറച്ചുകൂടിയൊക്കെ താഴുന്ന സമയത്തോടു കൂടിയാണ് അതിന്റെ കൂടുതൽ ദൃശ്യ ഭംഗിയൊക്കെ ഉണ്ടാവുക. ഏകദേശം അതൊരു 6 മണി 7 മണിയോളം അടുത്തിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോഴേക്കും കൂടുതൽ തേര് വരും. അതിനാദ്യം ഈ തേര് മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് തിരികെ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് തന്നെ പോകും. അതിനുശേഷം മറ്റു തേരുകൾ ഈ ഭാഗത്തേക്ക് തേരുമുട്ടിയിലേക്ക് എത്തും. അതിനുശേഷമാണ് ഇവിടെ നമുക്ക് ഇപ്പോഴുള്ള ഒരു സ്പേസ് പോലും ഉണ്ടാവില്ല, അത്ര അധികം തിരക്കുണ്ടാകും. വലിയ ഭംഗിയുള്ള നല്ല ദൃശ്യവിസ്മയം ഒരുക്കുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും അവിടെ ആ സമയത്ത് ഉണ്ടാവുക. ആളുകളിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ സ്നേഹ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റീലൊക്കെ എടുക്കാനായി അല്ലെങ്കിൽ ഒരുപാട് വ്ലോഗേഴ്സ് ഒക്കെ തന്നെ നമുക്ക് കാണാം. ഒരു എന്താ പറയാ, നമ്മുടെ ഈ റീൽസ് എടുക്കുന്നവരിലേക്ക് ഒരു പറുദീസ കൂടി മാറുകയാണ് അല്ലെ കൽപ്പാത്തി ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു തേര് രഥോത്സവം എന്ന് പറയുന്ന അങ്ങനെയുള്ള നിരവധി പേര് ആളുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം ആ ദൃശ്യങ്ങൾക്കൊക്കെ വളരെ ഭംഗിയുള്ളത് കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ വരുന്നത്. അങ്ങനെയല്ലേ സ്നേഹം? ഗോകുൽ, സ്നേഹ നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്താം.